MLA ആയിരിക്കേണ്ടത് എന്ന് പറയുന്നതാണോ അധികാരമോഹം? അതാണോ പാർലമെൻ്ററി വ്യാമോഹം? ഇതാണല്ലോ എന്നെക്കുറിച്ച് പറയുന്നത്, പാർലമെൻ്ററി വ്യാമോഹം വന്നിരിക്കുന്നു എന്ന്. 3 തവണയായി MLA ആയിരുന്നിട്ടും മന്ത്രിയായിരുന്നിട്ടും ആ സമയത്തെല്ലാം പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത ആൾ 4ാമത്തെ തവണ എൻ്റെ ഭാര്യ ആയിരിക്കണം എന്ന് പറഞ്ഞ് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതാണോ അധികാരമോഹം? അതിനെ എതിർത്തതാണോ അധികാരമോഹം എന്ന് ജനങ്ങൾ വിലയിരുത്തിയല്ലോ. അദ്ദേഹം സ്വീകരിച്ചതാണ് അധികാരമോഹം എന്നല്ലേ ജനങ്ങൾ വിലയിരുത്തിയത്. വീണ്ടും അയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അധികാരം. പിന്നെ പാർലമെൻ്ററി വ്യാമോഹം ഞാൻ ചോദിക്കട്ടെ, CPM-ലെ ഇന്നത്തെ നേതാക്കന്മാരെയും സ്ഥാനാർത്ഥികളെയൊക്കെ നോക്കിയാൽ അവർക്കൊന്നും ഒരു പാർലമെൻ്ററി വ്യാമോഹമില്ല. നിരവധി തവണ MLA-യും മന്ത്രിയായിരുന്ന ആൾ അവസാനം വിട്ടുകൊടുക്കാതെ വീണ്ടും മത്സരിക്കല്ലേ ചെയ്തത്? നിങ്ങൾ ഓർക്കുന്നില്ലേ? പേരാമ്പ്ര മണ്ഡലത്തിൽ LDF-ൻ്റെ കൺവീനറാണ് നമ്മുടെ രാമകൃഷ്ണൻ, TP രാമകൃഷ്ണൻ, എൻ്റെ അടുത്ത സുഹൃത്താണ് TP രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണനെ തോൽപ്പിച്ചത് 22 വയസ്സായൊരു കുട്ടി. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കും പറഞ്ഞു, അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതാ ആ ഇരിക്കുന്ന കുട്ടിയാണ് LDF കൺവീനർ തോൽപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അതിൽ പാഠം പഠിക്കണ്ടേ CPM? അവിടുത്തെ ജനങ്ങൾ പറയല്ലേ നിങ്ങളെ വേണ്ട, ഈ കുട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാൽ ജനം തീരുമാനിക്കല്ലേ. എന്തുകൊണ്ടാത്? അധികാരമോഹം ഇല്ലാഞ്ഞിട്ടാ? ആരെങ്കിലും മത്സരിക്കട്ടായിരുന്നില്ലേ? എന്തേ ഒഴിഞ്ഞു കൊടുക്കാതെ, എന്തേ 3ഉം 4ഉം തവണ MLA മന്ത്രിയായിരുന്ന ആൾ അധികാരം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാതിരുന്നത്? എത്ര ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വേറെ കാരണം പറയാതിരിക്കുന്നത് അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ളതുകൊണ്ട് ഞാൻ അവർ പേരും പറയുന്നില്ല. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ആ കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടുമോ? പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പം ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിനൊരു നായകൻ വേണമല്ലോ. അത് CPM കണ്ടത് പിണറായിനെ തന്നെ. അത് എല്ലാവരും പിണറായി അല്ലല്ലോ, എല്ലാവരും പിണറായി ആകാൻ ആഗ്രഹിക്കുന്നതാണല്ലോ കുഴപ്പം, അതല്ലല്ലോ. അദ്ദേഹം പാർട്ടിയെ നയിക്കേണ്ടത് അദ്ദേഹമാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി എക്സംഷൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അതല്ലല്ലോ എല്ലാവരും അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് പിണറായി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് പിന്നെ ഈ ഇത്തരത്തിലുള്ള അധികാരമോഹത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. അതാണ് MP ഗോവിന്ദൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അധികാരമോഹം, പാർലമെൻ്ററി വ്യാമോഹം CPM-നകത്ത് കൊടികുത്തി വാഴുകയാണ് എന്നുള്ള കാര്യം CPM ഇനിയും തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇത് ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. അത് തിരിച്ചറിയാൻ CPM, അതായത് തെറ്റ് തിരുത്തൽ എന്നെല്ലാം പറയുന്നത്. ഇവിടെ നിങ്ങളെല്ലാം കേട്ട് തഴമ്പിച്ച വാക്കായിരിക്കും ഈ തെറ്റ് തിരുത്തൽ. ഏത് തെറ്റാ തിരുത്താൻ പോകുന്നു? ഏതെങ്കിലും തെറ്റ്, ആ തെറ്റ് തിരുത്തുന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ അധികാരമോഹികളെയും വർഗവഞ്ചകരെന്ന് എന്നെ പറയുന്നതിന് പകരം നിങ്ങളാണ് വർഗവഞ്ചകർ. ഈ പാർട്ടിയെ തെറ്റായ രീതിയിൽ നയിക്കുകയും ഈ പാർട്ടിയിലുള്ള ജനങ്ങളും പാർട്ടി ഘടകങ്ങളും അംഗീകരിക്കാതെ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് പാർട്ടിയെ വഞ്ചിച്ച നിങ്ങളാണ് വർഗവഞ്ചകർ. അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് 34 സീറ്റിൽ നിങ്ങൾ ഇരിക്കേണ്ടി വന്നത് എന്ന് ഇനിയെങ്കിലും ഗോവിന്ദ മാഷ് മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ പേരിൽ വർഗവഞ്ചകൻ എന്ന് എന്നെ ആരോപിക്കുക അല്ലേ? ഞാൻ ഇതുവരെയൊന്നും അങ്ങനെ ഈ രീതിയിലൊന്നും മത്സരിക്കാൻ നിന്നിട്ടില്ലല്ലോ. ഗോവിന്ദ മാഷ കൂടെ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് ഞാനും. അതുകൊണ്ട് വലിയ മഹത്വമൊന്നും ഗോവിന്ദ മാഷ് പറയേണ്ടെന്നേ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. MP ജയരാജന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു TK ഗോവിന്ദൻ MLA. എന്തായാലും ഈ വിഷയത്തിൽ MP ജയരാജന്റെ പ്രതികരണം കേട്ടുവരാം ആദ്യം. ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. ആ ശക്തിയായി തുടരുന്ന ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഒരു പൊതു നിയമം, എല്ലാവർക്കും ബാധകമായിട്ടുള്ള, ലോകത്തെ എല്ലാവർക്കും ബാധകമായിട്ടൊരു നിയമം തെറ്റിദ്ധരുത്തിയാൽ എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അത് തിരുത്തുന്നില്ലെങ്കിൽ അവർ വഞ്ചകർ തന്നെയാണ്. അവർ തിരുത്താനുള്ള അവസരം UDF തന്നെ ഒരുക്കിയിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ തെറ്റ് തിരുത്തി വരണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയണ്ടേ? എങ്കിൽ മാത്രമല്ലേ തിരുത്താൻ പിന്നെ കഴിയൂ. അപ്പോൾ അതുണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പരോക്ഷമായി CPM നേതൃത്വം അംഗീകരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തെറ്റായിപ്പോയി എന്ന് CPM നേതൃത്വം പറയുകയാണ്. അത് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. അപ്പം ഞാൻ ഉന്നയിച്ച ആ വിഷയം ശരിയാണ് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന നിലയിലേക്ക് CPM സംസ്ഥാന നേതൃത്വം മാറുമ്പോൾ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്?
നിഖിൽ അളവൂർ ചേർന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിഖിൽ, അങ്ങനെ തെറ്റ് തിരുത്തിയാൽ തിരിച്ചു വരാമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. എന്നാൽ പാർട്ടി വിട്ടുപോയവർ പറയുന്നത് തങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് പറയൂ എന്നാണ് അവർ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഈ പാർട്ടിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഏത് രീതിയിലാണിപ്പോൾ? സുവർണ, ഏതായാലും ഇത്തരത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെടുത്ത നിലപാടുകളിൽ തിരുത്തൽ വരുത്തി പാർട്ടിയിലേക്ക് വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിന് പ്രശ്നമില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ ഇന്ന് പറയുന്നത്. എന്നാൽ ഇവർ വർഗവഞ്ചകരാണ്, വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും വർഗവഞ്ചകരാണ് എന്ന കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നു. MV ജയരാജനും പറയുന്നത് നേരത്തെ MP രാഘവനും ഗൗരിയമ്മയും ഒക്കെ CPIMലേക്ക് തിരിച്ചു വന്നതുപോലെ ഇവർക്കും വേണമെങ്കിൽ ഇവർ എടുത്ത നിലപാടുകൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് തിരുത്തി വരാം എന്നുള്ളതാണ് CPIM ഇക്കാര്യത്തിൽ പറയുന്ന നിലപാട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താണ് തങ്ങൾ തിരുത്തേണ്ടത് എന്ന ചോദ്യമാണ് വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ MV ജയരാജൻ പറയുന്ന കാര്യം, പുതിയ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ അതിനോട് എന്താണ് ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണന്റെയും TK ഗോവിന്ദന്റെയും നിലപാട്, അതിനോട് എന്താണ് അവരുടെ അഭിപ്രായം എന്ന് അറിയാൻ താല്പര്യമുണ്ട്. PM ശ്രീയിലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമൊക്കെ അത് തെറ്റാണ് എന്ന് ഇവർ പറയുമോ തുടങ്ങിയ കാര്യങ്ങളാണ് CPM നേതാക്കൾ ചോദിക്കുന്നത്. അത് മാത്രമല്ല, ഈ തങ്ങളെടുത്ത നിലപാട്, അതായത് CPM വിട്ടു പോകാനുള്ള തീരുമാനം തെറ്റായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള അവസരം UDF തന്നെ ഒരുക്കുകയാണ്. ആ ഘട്ടത്തിൽ അവർക്കൊരു തിരുത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് CPIM പറയുന്നത്. അതിന് മറുപടിയായി വി കുഞ്ഞികൃഷ്ണൻ പറയുന്ന കാര്യം എന്താണ് വേണ്ടി കാരണമായി താൻ ഉന്നയിച്ച വിഷയം എന്താണ്, ആ വിഷയം എന്താണെന്ന് CPIM പറയാത്തിടത്തോളം കാലം എന്താണ് തങ്ങൾ തിരുത്തേണ്ടത് എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നത്. ഏതായാലും ഈ CPIMൽ നിന്ന് വിട്ടുപോയ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ CPIMലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത് CPIM തന്നെയാണ്. കാരണം തങ്ങളായിട്ട് പോയതല്ല, തങ്ങളെ പാർട്ടി പുറത്താക്കിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ TK ഗോവിന്ദനും ഈ വി കുഞ്ഞികൃഷ്ണനും പറഞ്ഞു വെക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ CPIM അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന് അവർ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് UDFന്റെ പിന്തുണയോടുകൂടി ജയിച്ച് UDFനെ അനുകൂലിക്കുന്ന MLA-മാരായി സഭയിൽ തുടരുന്ന വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും തിരികെ CPIMലേക്ക് വരാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിഖിൽ, അതുപോലെ തന്നെ TK ഗോവിന്ദന്റെ പ്രസ്താവന നമ്മളിപ്പോൾ കേട്ടു. അതായത് തെറ്റു തിരുത്തേണ്ടത് പാർട്ടി തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ MV ഗോവിന്ദനെതിരെയും കടുത്ത വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും ഇക്കാര്യത്തിൽ TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യം അതാണ്, തങ്ങളെടുത്ത നിലപാട് ശരിയാണ്. അതിനപ്പുറത്തേക്ക് CPIM ഈ വിഷയങ്ങളിൽ, അതായത് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലും ഒപ്പം തന്നെ പയ്യന്നൂരിലെ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPIM എടുത്ത നിലപാടാണ് തെറ്റിയത്. തങ്ങൾ ശരിയാണ്, തങ്ങൾ ശരിയായതുകൊണ്ടാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള അട്ടിമറി വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇവർ രണ്ടുപേരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അത് അവരിപ്പോഴും ആവർത്തിക്കുകയാണ്. മാത്രമല്ല, ഈ TK ഗോവിന്ദൻ MV ഗോവിന്ദൻ മാഷ്ക്കെതിരെ നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. ആ വിമർശനങ്ങളെല്ലാം ഇപ്പോഴും ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.